നമുക്ക് ഈമാൻ നേടിയെടുക്കാൻ, നന്ദിയുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ, അതേപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടാൻ, അതിലുപരി നമ്മുടെ ബർസഖിയായ ജീവിതത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅദാബിൽ ഖബർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് കുഫറിൽ നിന്ന് രക്ഷ തേടുന്നു, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടുന്നു, വഅദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഈ പ്രാർത്ഥന ഉരുവിടാറുണ്ടായിരുന്നു എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. എന്താണ് നമ്മൾ ഇതിലൂടെ ചോദിക്കുന്നത്? അള്ളാഹുവിനോട് നമ്മൾ കുഫറിൽ നിന്ന് രക്ഷ തേടാൻ ചോദിക്കുന്നു. കുഫറിൽ നിന്ന് രക്ഷ തേടി നല്ല ഈമാന്റെ ആളുകളായി മാറാൻ നമുക്ക് കഴിയും. കുഫറിന്റെ മറ്റൊരു ഓപ്പോസിറ്റ് നന്ദിയുള്ള ആളുകളായി മാറുക എന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കൺസേൺഡ് ആവുന്ന ഒന്നാണ് ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിന് രക്ഷ തേടാൻ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാധാരണ ഖബറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കരയായിരുന്നു. കരയുമ്പോൾ കണ്ണുനീർ താടിയിൽ വന്ന് നിറയുമായിരുന്നു. ആളുകൾ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവന് രക്ഷ തന്നെയാണ്. അവിടെ അവന് ശിക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ശാശ്വതമായ ശിക്ഷയാണ് അവൻ ലഭിക്കുക. അതുകൊണ്ട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ, ഫഖറിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅദാബിൽ ഖബർ.